ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 2025 ആദ്യത്തെ മാസം അഥവാ ജനുവരി മാസം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ജനുവരി 1 തീയതി നിഫ്റ്റിയുടെ പ്രൈസ് ഉണ്ടായിരുന്നത് 23,742 എന്ന ലെവലായിരുന്നു. അപ്പോൾ ഇന്ന് ജനുവരി 31 അത് ക്ലോസ് ചെയ്യുമ്പോൾ 23,508 എന്ന ലെവലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അവിടെ 234 പോയിന്റിൻ്റെ ഒരു ഡൗണിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിനിടയിൽ ജനുവരി 2 തീയതി നിഫ്റ്റി 24,226 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും ഒരു ദിവസം പോലും ആ ഒരു ഹൈയിലേക്ക് തിരിച്ചെത്താൻ അല്ലെങ്കിൽ 24,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ മാസത്തിലെ നിഫ്റ്റിയുടെ ക്ലോസിംഗിൽ വന്ന പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ -0.91% ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി നൽകിയത്. അപ്പോൾ പൊതുവെ ബഡ്ജറ്റിന് മുമ്പുള്ള ഒരു മാസം എല്ലാ ജനുവരിയിലും പൊതുവെ നിഫ്റ്റി ക്ലോസ് ചെയ്യാറുള്ളത് നെഗറ്റീവിലാണ്. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ അത് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു അത്ഭുതമൊന്നും ഈ മാസത്തെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആവറേജ് നിഫ്റ്റിയുടെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ അത് 23,379 എന്ന ഒരു റേഞ്ചാണ് നിഫ്റ്റി ആവറേജ് ആയിട്ട് നിന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഘട്ടത്തിൽ നിഫ്റ്റി 22,756 എന്ന ലോയിലേക്കും പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് ഒരു ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് നിഫ്റ്റി നല്ല രീതിയിലുള്ള പോസിറ്റീവ് ക്ലോസിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നല്ല രീതിയിലുള്ള 200 പോയിൻറ്റിൻ്റെ ഒരു ക്ലോസിംഗ് ആണ് നൽകിയത്. അപ്പോൾ ബഡ്ജറ്റ് ദിവസം എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് നിഫ്റ്റിയുടെ പെർഫോമൻസും. അതുപോലെ തന്നെ NSEയും BSEയും ഫെബ്രുവരി 1 ശനിയാഴ്ച മാർക്കറ്റ് അവധിയായിട്ട് പോലും അന്ന് ട്രേഡിംഗ് അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ദിവസങ്ങളിൽ പോലെ 9:15 മുതൽ 3:30 വരെ മാർക്കറ്റ് നാളെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ ഈ ബഡ്ജറ്റിൻ്റെ ദിവസം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ 2013 മുതൽ 2024 വരെയുള്ള ഒരു ഡാറ്റ പരിശോധിച്ച് നോക്കിയാൽ 4 പ്രാവശ്യം മാത്രമാണ് നിഫ്റ്റി പച്ചയിൽ ക്ലോസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഭൂരിഭാഗം സമയങ്ങളിലും നെഗറ്റീവിലാണ് നിഫ്റ്റി ബജറ്റ് ദിവസം പെർഫോം ചെയ്തത്. 2021 രേഖപ്പെടുത്തിയ 4.74% എന്നുള്ള ആ ഒരു റാലിയാണ് ബഡ്ജറ്റ് ദിനം കണ്ട ഏറ്റവും വമ്പിച്ച ഒരു മുന്നേറ്റം. പിന്നീട് 2022 ഇതേപോലെ ഒരു 1.4% മുന്നേറ്റം ഉണ്ടായി. എന്നാൽ പലപ്പോഴും പൊതുവെ മാർക്കറ്റ് വളരെ കോഷ്യസ് ആയിട്ട് ജാഗ്രതയോടെ നിന്നിട്ടുള്ള ദിവസങ്ങളാണ് ബഡ്ജറ്റ് ഡേ. കാരണം ബഡ്ജറ്റ് ഡേയിൽ വലിയ വോളറ്റിലിറ്റിക്ക് കാരണമാകും. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്ററുടെ പ്രസംഗം പുരോഗമിക്കുമ്പോൾ ഓരോ അനൗൺസ്മെൻറ്റുകൾ വരുമ്പോഴും നിഫ്റ്റി ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റ് ദിവസം പൊതുവെ എല്ലാവരും മാർക്കറ്റിൽ വിട്ട് നിന്നുകൊണ്ട് ഒരു നിരീക്ഷകരായിട്ട് നിൽക്കുകയാണ് പൊതുവെ പതിവ്. അപ്പോൾ വരാൻ പോകുന്ന കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള സാമ്പത്തിക സർവേ ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയ്ക്ക് മുന്നിൽ വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നിലവിലുള്ള ഒരു സ്ഥിതി വരച്ചു കാട്ടുന്നതാണ് ഈ സാമ്പത്തിക സർവേ അഥവാ എക്കണോമിക് സർവേ. ഈ റിപ്പോർട്ട് പ്രകാരം 2026 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് GDP നിരക്ക് 6.3 മുതൽ 6.8% ആയിരിക്കുമെന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ ഇത് RBI മുമ്പേ പ്രവചിച്ച വളർച്ചയുടെ അനുമാനത്തിൽ താഴെയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ നമ്മുടെ വളർച്ചാ നിരക്ക് ഏകദേശം 8% വെച്ച് വളരണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാം കണക്കൂട്ടുന്നത്. പക്ഷേ ആ ലെവലിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് സാമ്പത്തിക സർവേ അവതരിപ്പിച്ച വേളയിൽ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് അത് കുറയ്ക്കാനുള്ള പല നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന നൽകുന്നത്. കൂടാതെ വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള പല പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാവുമെന്നും പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ എയറോനോട്ടിക്സ്, ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, റിന്യൂവബിൾ, ഗ്രീൻ എനർജി സെഗ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ ഈ ബജറ്റിൽ നല്ല പ്രാധാന്യം ലഭിക്കുമെന്നാണ് കരുതുന്നത്. കൂടാതെ റോഡ്, റെയിൽവേ, പോർട്ട്, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ കാപ്പെക്സ് അലോക്കേഷൻ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ടാക്സ് ഇളവുകളും മറ്റ് ആനുകൂല്യങ്ങളും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ കറക്റ്റ് ചെയ്ത നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും പല സ്റ്റോക്കുകളും അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്നത് കാണാം. വലിയ സെൽ ഓഫ് നടന്ന പല സ്റ്റോക്കുകളും ഉണ്ട്. അതൊക്കെ അതിൻ്റെ RSI സൂചിപ്പിക്കുന്നത് അതിപ്പോൾ ഒരു ബോട്ടം ലെവലിലൊക്കെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ സെൽ ഓഫ് നടന്ന സ്റ്റോക്കുകളും എന്നാൽ നല്ല തോതിൽ ഗ്രോത്ത് സാധ്യതകളുമുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എയർ കണ്ടീഷനിങ്, അതുപോലെ റെഫ്രിജറേഷൻ, ഇലക്ട്രോ മെക്കാനിക്കൽ പ്രൊജക്ട്സ്, അതിലൊക്കെ ഒരു EPC കോൺട്രാക്ടർ ലെവലിൽ ആ ഒരു ബിസിനസ് ചെയ്യുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് വോൾട്ടാസ്. അപ്പോൾ അതിൻ്റെ ഒരു RSI സൂചിപ്പിക്കുന്നത് അത് നല്ല രീതിയിൽ അതിൻ്റെ ബോട്ടത്തിൽ എത്തിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിലെ ആവറേജ് നോക്കുകയാണെങ്കിൽ 32% ഗ്രോത്ത് ഉണ്ട്.
അതുപോലെ കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 153%. അപ്പോൾ നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനിയാണിത്. അതുകൂടാതെ ഇത് വളരെയധികം അണ്ടർ വാല്യൂഡ് ആണെന്നാണ് അതിൻ്റെ റേഷ്യോകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 5 ഇയേഴ്സിൻ്റെ PE മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 71.5 ആണ്. എന്നാൽ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 58.9 ആണ്. മീഡിയം PEയേക്കാൾ താഴെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഇൻഡസ്ട്രി PE ആയിട്ടുള്ള 80-ലും താഴെയാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE. അതുപോലെ ഹൈയിൽ നിന്നും 35% ഈ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ RSI 30-ൽ താഴെ ഇപ്പോൾ നമുക്ക് കാണുന്നത് 21.9 എന്നുള്ള ലെവലിലാണ്. അപ്പോൾ തീർച്ചയായും നല്ലൊരു ബൈങ് റേഞ്ചിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സ്റ്റോക്ക് മോട്ടിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേമാണിത്. കൂടാതെ ഒരു റിസർച്ച് ബ്രോക്കറേജ് ഫേം കൂടിയാണ് ഈ മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളിൽ ഇതിൻ്റെ പ്രൈസ് താഴേക്ക് പോയിരുന്നു. പക്ഷേ വളരെയധികം ഗ്രോത്ത് പ്രകടിപ്പിച്ചൊരു കമ്പനിയാണിത്. കഴിഞ്ഞ 4 ക്വാർട്ടറിൽ 56% വർധനവും അതുപോലെ കഴിഞ്ഞ 4 ക്വാർട്ടറിൽ 75% പ്രോഫിറ്റ് വർധനവും ഒക്കെ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ പറ്റും. അതിൻ്റെ 5 ഇയേഴ്സ് മീഡിയൻ PE 11.7 ആണ്. സ്റ്റോക്കിൻ്റെ PE 11.6 ആണ്. അപ്പോൾ ആ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇൻഡസ്ട്രി PE 14.2 ആണ്. അപ്പോൾ അതിലും താഴെയാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. ഹൈയിൽ നിന്ന് 40% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ RSI സൂചിപ്പിക്കുന്നത് ഇത് ഓവർ സോൾഡ് സോണിലാണെന്നാണ്. 26.6 ആണ് RSI നമ്മൾ കാണുന്നത്. അടുത്തൊരു സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ഏജൻസി ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് മാനേജ്മെന്റ് സർവീസ് അഥവാ CAMS എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇൻവെസ്റ്റർ സർവീസസ്, ഡിസ്ട്രിബ്യൂട്ടർ സർവീസസ്, അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ സർവീസുകളൊക്കെ ചെയ്യുന്ന CAMS നല്ല തോതിൽ ഈ മേഖലയിൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി കൂടിയാണ്. കഴിഞ്ഞ 4 ക്വാർട്ടറിലെ ആവറേജ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 28% ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റിൽ 39% ഗ്രോത്തും ഈ സ്റ്റോക്കിലുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 41 ആണ്. മീഡിയൻ PE ആയിട്ടുള്ള 45-ന് താഴെയാണത്. കൂടാതെ ഇൻഡസ്ട്രി PE 53 ആണ്. അതിലും താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. ഹൈയിൽ നിന്ന് 32% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ RSI സൂചിപ്പിക്കുന്നത് ഇതും ഓവർ സോൾഡ് സോണിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. 27.6 ആണ് RSI നൽകുന്ന സൂചന. അടുത്ത ഓവർ സോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ കാണാൻ കഴിയുന്നത് യഥാർത്ഥ് ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസസ് ലിമിറ്റഡ് ആണ്. ഉത്തർപ്രദേശിലെ നോയിഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി കെയർ ഹോസ്പിറ്റൽ ചെയിനാണിത്. ഏകദേശം 7ഓളം ഹോസ്പിറ്റൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഈ കമ്പനിയുടേതായിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ 4 ക്വാർട്ടറിൽ 30% ഒരു ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൽ 39% ഗ്രോത്തും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 31.6 ആണ്. മീഡിയൻ PE 37.2 ആണ്. അതിൽ താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. ഇൻഡസ്ട്രി PE 57, അതിലും താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. ഹൈയിൽ നിന്ന് 38% കറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. RSI ആണെങ്കിൽ 29.6 ആണ്. 30-ൽ താഴെയാണ്. ഇപ്പോൾ ഒരു ഓവർ സോൾഡ് സെഗ്മെൻറ്റിലാണ് ഈ സ്റ്റോക്കും ഉള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. ലീഡിംഗ് ഗ്ലോബൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചറായ ടാറ്റ മോട്ടോഴ്സ് ഭാവിയിൽ അതിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിളും അതുപോലെ പാസഞ്ചർ വെഹിക്കിളും ഡിമേർജ് ചെയ്യുന്നതോടുകൂടി ഇതിലൊരു വാല്യൂ അൺലോക്കിംഗ് തീർച്ചയായിട്ടും നടക്കും. കഴിഞ്ഞ 4 ക്വാർട്ടറിൽ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 5% മാത്രമേ ഉള്ളൂ. അതാണ് ഈ സ്റ്റോക്കിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു കാരണം. എന്നാൽ പ്രോഫിറ്റ് 58% ഒരു ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കാണാൻ പറ്റും. സ്റ്റോക്ക് ഇപ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ട് സ്റ്റോക്കിൻ്റെ PE 8.28 ആണ് കാണാൻ കഴിയുക. 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 16.7 ആണ്. അതിൽ എത്രയോ താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 17.5 എന്നുള്ള ലെവലിലാണ്. ഹൈയിൽ നിന്നും ഏകദേശം 39% താഴേക്ക് ടാറ്റ മോട്ടോഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ RSI ഇപ്പോൾ 41 എന്ന ലെവലാണ് കാണുന്നത്. ഓവർ സോൾഡ് ആയിട്ടില്ല. ഓവർ സോൾഡ് സെഗ്മെൻറ്റിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ ഇതിൽ നല്ല ബൈങ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് RSI മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കും തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ലോങ് ടേം സ്റ്റോക്കാണ്. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് ഒരു കംഫർട്ടബിൾ ലെവലിലുള്ള ഒരു പ്രൈസിങ്ങിലാണ് ഇത് ലഭിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഈ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിതെന്ന് തോന്നുന്നു. ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടേതായ പഠനം തീർച്ചയായിട്ടും നടത്തണം. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.